വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനെന്ന് വന്നേക്കുന്നത് സ്ട്രൈപ്പ് റോസിൻ്റെ വെറൈറ്റീസും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ടാറ്റാ സെൻറ്റിനറി എന്ന് പറയുന്ന റോസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ്, അതായത് ഏകദേശം ഒരു 5 പ്ലാന്റ്സിനകത്ത് മാത്രമേ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളൂ കേട്ടോ. ടാറ്റാ സെൻറ്റിനറി എന്നാണ് ഐ ഡി വരുന്നത്. നല്ല അടിപൊളി ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ടാറ്റാ സെൻറ്റിനറി എന്ന് പറയുന്നത്. റെയർ പ്ലാന്റ് ആണ് കേട്ടോ. ഈ വീഡിയോക്കകത്ത് കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ റെയർ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് ആണ്. കാരണം നമുക്ക് പൊതുവെ സ്ട്രൈപ്പ് റോസ് അങ്ങനെ കിട്ടാറില്ല. നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ സാധാരണ സെൻറ്റിമെൻ്റൽ റോസാണ്, വൈറ്റും പിങ്കും ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് അഭിസാരിക എന്ന് പറയുന്ന റോസാണ്. യെല്ലോയും വൈറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡും 3 കളറിലും വരുന്നൊരു പ്ലാന്റാണ്. അഭിസാരിക എന്നാണ് ഐ ഡി വരുന്നത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നല്ലതുപോലെ ഇങ്ങനെ സ്ട്രൈപ്പ് ആ ഒരു യെല്ലോ ഷെയ്ഡിൽ, യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു പിങ്ക് സ്ട്രൈപ്പ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്ത വെറൈറ്റിയുടെ ഐ ഡി എനിക്കറിയില്ല, പക്ഷേ ഒരു മജന്ത റെഡ് കോമ്പിനേഷനിൽ ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് ലൈൻസ് നമ്മൾ എടുത്ത് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഷെയ്ഡ്. ഇതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു 3 പ്ലാന്റ്സ് മാത്രമേ സെയിലിനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും അങ്ങനെയാണ്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് അബ്രാക്കാഡബ്ര എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലാക്ക് റോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ റോസിൽ തന്നെ ഓറഞ്ച് അല്ല യെല്ലോ സ്ട്രൈപ്പ് വരുന്നതാണ്. അഭിസാരിക എന്നാണ് ഐ ഡി വരുന്നത്. ഇത് ഈ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അടിപൊളി പ്ലാന്റ്സ് ആണ് സെയിലിനും റെഡി ആയിട്ടുള്ളത്. അഭിസാരിക അല്ല, അബ്രാക്കാഡബ്ര. എനിക്ക് അഭിസാരിക എന്നുള്ള പേര് മാത്രമേ വരുന്നുള്ളൂ പെട്ടെന്ന്. അബ്രാക്കാഡബ്ര എന്നാണ് ഐ ഡി വരുന്നത്. സ്ട്രൈപ്പ് റോസിൻ്റെ മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് സ്ട്രൈപ്പ് റോസസ് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ നമുക്ക് വളരെ ലിമിറ്റഡ് ആണ് പ്ലാന്റ്സ് എല്ലാം. മാക്സിമം കിട്ടുന്നതൊക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരാറുണ്ട്. ഇതാണ് വിരിഞ്ഞ് വരുമ്പോൾ സമയത്തുള്ളത്. ഡാർക്ക് മെറൂൺ കളറിൽ യെല്ലോ സ്ട്രൈപ്പാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല അടിപൊളി റോസ് വെറൈറ്റി തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏകദേശം ഒരു 20 പ്ലാന്റ്സിനകത്തേ വരുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ നമുക്ക് സെയിലിനായിട്ട്. അടുത്തതായിട്ട് സെൻറ്റിമെൻ്റൽ ക്രേപ്പറാണ്. മിനിയേച്ചർ ഫ്ലവറാണ് വരുന്നത്. ഇതാണ് പൂക്കളെന്ന് പറയുന്നത് കേട്ടോ. ക്രീപ്പറാണ്. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. ഇതിന് തന്നെ വലിയ പൂക്കൾ വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ഈ ഒരു സെയിം കളറിൽ തന്നെ വലിയ പൂക്കൾ വരുന്നത് കേട്ടോ. അതും നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോഡിലുള്ള ടൈഗർ റോസ് വെറൈറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് റോസ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക. ഞാനിത് മാത്രമായിട്ടൊരു വീഡിയോ ഇടാൻ കാരണം ഇത് മാത്രം അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക.